ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയം നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് 156 ദിവസം. ശ്രീമന്നാരായണീയത്തിലെ 15 ദശകത്തിൽ 8 ശ്ലോകം നമ്മൾ ഇപ്പതാ പാരായണം ചെയ്യണു. തുടർന്ന് അതിൻ്റെ അർത്ഥം, അതിനുശേഷം അതിൻ്റെ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലി തുടർന്ന് എൻ്റെ പരിഭാഷയായിട്ടുള്ള ശ്രീഹരിയം പാടി സമർപ്പിക്കാം. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ സച നിപതതി കാലേ ദക്ഷിണാധ്വോപഗാമി മയി നിഹിതമകാമം കർമ്മതൂദക്പദാർത്ഥം കപിലതനുരിതിത്വം ദേവഹൂത്യൈ ന്യഗാദി. ധാർമ്മികഃ യാ ഗൃഹസ്ഥഃ പിതൃസുരഗണയാജീ സ ച ദക്ഷിണാധ്വോപഗാമി കാലേ നിപതതി മയി നിഹിതം അകാമം കർമ്മ തു ഉദക്പദാർത്ഥം ഇതി കപിലതനു ത്വം ദേവഹൂത്യൈ ന്യഗാദി. ധാർമ്മികഃ യാ ഗൃഹസ്ഥഃ, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ഏതൊരു ഗൃഹസ്ഥൻ പിതൃസുരഗണയാജി, പിതൃക്കൾക്കും ദേവന്മാർക്കും വേണ്ടി യാഗങ്ങൾ അല്ലെങ്കിൽ യജിക്കുന്നു, യാഗങ്ങൾ ചെയ്യുന്നു. സാ ച, ആ ധാർമ്മികൻ
ദക്ഷിണാധ്യോപഗാമി, ആ ധാർമ്മികൻ എന്തു ചെയ്യും? തെക്കൻ വഴി പോയിട്ട് കാലേ നിപതതി, കാലമെത്തുമ്പോൾ, പുണ്യക്ഷയം വരുമ്പോൾ, പുണ്യം തീർന്നാൽ വീണ്ടും താഴേക്ക് തന്നെ അധപ്പതിക്കുന്നു. മയി നിഹിതം അകാമം, എന്നിൽ സമർപ്പിച്ചുകൊണ്ട്, അകാമിയായി, ഒന്നും ആഗ്രഹിക്കാതെ. ആദ്യം സകാമമാണ്, ഇപ്പോൾ അകാമമാണ്. ഫലേച്ഛയില്ലാതെ. കർമ്മതു ഉദക് പദാർത്ഥം, ചെയ്യുന്ന ആ കർമ്മം ഉദക് പദാർത്ഥം ആണ്. ഉദക് പഥം, ഉദക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദീചി, ദിശി, വടക്ക് ഭാഗം, വടക്ക് വഴിക്കുള്ള ഉദക് പദാർത്ഥം, ആ പഥത്തിലേക്ക് ഉള്ളത് വഴിയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക്, വടക്കൻ വഴിയിലുള്ള ആളുകൾക്ക് തിരിച്ചുവരവ് ഉണ്ടാവില്ല. ഇതി കപിലതനു ത്വം ദേവഹൂത്യൈ ന്യഗാതി. ഇങ്ങനെ കപിലസ്വരൂപനായിരിക്കുന്ന അവിടുന്ന് ദേവഹൂതിയോട് പറഞ്ഞു. ഇങ്ങനെ ഈ 8ാമത്തെ ശ്ലോകം വരെ 4ാമത്തെ വരി ഒരേ വരി തന്നെയായിരുന്നു നമ്മൾ കാണുന്നു, അല്ലേ? കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. ഇനി അതിനെ കുറച്ചുകൂടി വിശദീകരിച്ച് പറഞ്ഞാൽ, പുക, രാത്രി, കറുത്തപക്ഷം, ദക്ഷിണായനം, ഈ വഴിയിൽ തെക്കൻ വഴിക്ക് പോയാൽ ചന്ദ്രലോകത്തിൽ ചെന്ന് സുഖിക്കാൻ സാധിക്കും. പുണ്യം തീർന്നാലോ വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വരണം. എന്നാൽ വെളിച്ചം, പകല്, ശുക്ലപക്ഷം, ഉത്തരായനം, ഈ വടക്കൻ വഴിക്ക് പോയാൽ സൂര്യലോകത്തിലൂടെ ധ്രുവപദം വരെ ഉയർന്ന് മുക്തി നേടാനായിട്ട് സാധിക്കും. പിന്നീട് ഒരു പുനരാഗമനം വേണ്ടി വരില്ല, മടങ്ങിപ്പോക്ക് വേണ്ടി വരില്ല. അപ്പൊ ധനത്തിനും സുഖത്തിനും വേണ്ടി ദേവന്മാർക്ക് യാഗം, പിതൃക്കൾക്ക് ശ്രാദ്ധം ഒക്കെ ചെയ്യുന്ന ധാർമ്മികനായിട്ടുള്ള ഗൃഹസ്ഥൻ ഈ തെക്കൻ വഴിയാണ് പോവുക എന്നാണ് പറയണത്. പുണ്യം കഴിഞ്ഞാൽ, അയാൾ ചെയ്ത പുണ്യങ്ങൾ അവസാനിച്ചാൽ അയാൾക്ക് തിരിച്ച് വരേണ്ടി വരുന്നു. എന്നാൽ വേദവിഹിതമായിട്ടുള്ള കർമ്മങ്ങൾ ഫലേച്ഛയില്ലാതെ അകാമമായി ചെയ്യുന്ന പുണ്യവാന്മാര്, അവർ വടക്കൻ വഴിയിലൂടെയാണ് പോവുക. അങ്ങനെ വരുമ്പോൾ അധപ്പതനം ഉണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ പാപകർമ്മങ്ങൾ ചെയ്താൽ നരകം, പുണ്യകർമ്മങ്ങൾ ചെയ്താൽ സ്വർഗം എന്ന് കാണിക്കുന്നു. അപ്പൊ പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും രണ്ടും ചെയ്താൽ കർമ്മങ്ങൾക്കനുസരിച്ച് പുനരപി ജനനം, പുനരപി മരണം എന്നുള്ളതാണ്, അല്ലേ? പുനരപി ജനനീ ജഠരേ ശയനം, വീണ്ടും അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് തന്നെ എത്തുന്നു. അപ്പൊ നിഷ്കാമമായി, ഈശ്വരാർപ്പണമായി ഭഗവാനെ സ്വീകരിച്ചാൽ, ഭഗവാനെ സേവിച്ചാൽ മോക്ഷം നേടാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ കർമ്മയോഗികൾ, അവര് ഭക്തി വേണം. അതുകൊണ്ട് ഭക്തിയോഗം തന്നെയാണ് ജ്ഞാനയോഗത്തെക്കാളും കർമ്മയോഗത്തെക്കാളും ശ്രേഷ്ഠം എന്ന് കാണിക്കുന്നു. കപിലോപദേശം അടുത്ത ശ്ലോകത്തോടുകൂടി സമർപ്പിക്കുകയാണ്. ആ ശ്ലോകം നമുക്ക് നാളെ അനുസ്മരിക്കാം. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ സച നിപതതി കാലേ ദക്ഷിണാധ്യോപഗാമി മയി നിഹിതമകാമം കർമ്മ തൂദക് പദാർത്ഥം കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. നേരത്തെ ശ്ലോകം ചൊല്ലിയപ്പോൾ തൂദക് പദാർത്ഥം എന്നാണോ ചൊല്ലിയെന്നൊരു സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭക്തജനങ്ങളെ, ശ്രോതാക്കൾ അത് തിരുത്തണം. എനിക്ക് പറ്റിയൊരു തെറ്റാണ്. തൂദക് പദാർത്ഥമാണ്. തൂദക് പഥം എന്ന് വെച്ചാൽ വടക്കൻ വഴി, പദാർത്ഥമല്ല പദാർത്ഥം ആണ്. ഇനി നമുക്ക് അതിൻ്റെ മലയാള പരിഭാഷ ശ്രീഹരിയം പാടാം. നാരായണ 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 കപിലമൂർത്തേ. പിതൃദേവാദികൾക്കായി യജ്ഞം ചെയ്യും ധാർമ്മികനും തെക്കൻ വഴി പോയി അധപ്പതിച്ചിടുന്നു. എന്നിൽ സമർപ്പിത കർമ്മം ഉത്തരമാർഗമാമതു ദേവഹൂതിയോടു ചൊല്ലി കപിലമൂർത്തി. നാരായണ നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ രാധാ ഗോവിന്ദ നാരായണ നാരായണ കപിലമൂർത്തേ നാരായണ നാരായണ വായുപുരേശ നാരായണ നാരായണ ശ്രീവാതനാഥ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.